ബാംഗ്ലൂരായിരുന്നു രവിചന്ദ്രൻ വീണ ദമ്പതികൾ താമസിച്ചിരുന്നത്. രവിചന്ദ്രന് 30 വയസ്സായിരുന്നു പ്രായം, വീണക്കാണെന്നുണ്ടെങ്കിൽ 23 വയസ്സുമായിരുന്നു. ഇവരുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വീണയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പൊക്കം കുറഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ ഇരുണ്ട നിറവാണ്. അതുകൊണ്ട് തന്നെ രവിക്ക് വീണയോട് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്ക് ഓൾറെഡി 30 വയസ്സായി, ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ തനിക്ക് പെണ്ണേ കിട്ടില്ല എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ആള് വീണയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതും അതുപോലെ തന്നെ ആ ഒരു വിവാഹം കഴിച്ചതും. ആ ഒരു വിവാഹത്തിന് ശേഷം അവർ ഒരു വാടക വീടെടുത്തിട്ട് താമസം മാറുകയാണ്. അതിൻ്റെ ഇടയിൽ അവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അവരുടെ ലൈഫിൽ ഒരുപാടധികം ട്വിസ്റ്റുകളും ടേണുകളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. നിന്നെ കാണാൻ ഭംഗിയില്ല, നീ കറുത്തിട്ടാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് രവി പറയാറുണ്ടായിരുന്നെങ്കിലും വീണ അത് വലിയ കാര്യമാക്കിയിരുന്നില്ല. വിഷമുണ്ടാവുന്നുണ്ടെങ്കിലും അതങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ അടുത്ത് നിന്ന് 2 വീട് മാറിയിട്ട് ഒരു പുതിയ താമസക്കാരി വരുന്നത്. അപ്പോൾ രവി ആ ഒരു താമസക്കാരിയെ ശ്രദ്ധിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഇയാൾ പറയാണ്, താൻ വെറുതെ ധൃതി കൂട്ടിയിട്ട് ഇങ്ങനൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു, താൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നുണ്ടെങ്കിൽ അതേപോലെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയെ കിട്ടിയാനായിരുന്നു എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നൈസായിട്ട് ആ ഒരു പെൺകുട്ടിയെ നോക്കാനും ഇയാൾ തുടങ്ങി. തൻ്റെ വിവാഹം കഴിഞ്ഞു, തനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ളതൊന്നും ചിന്തിക്കാതെ ആ ഒരു പെൺകുട്ടി ഒരു ലുക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു റെസ്പോൺസ് വരികയാണ്. അതിനുശേഷം ഇവർ പരിചയപ്പെടുകയാണ്. പിന്നീട് ഇവർ നല്ല സുഹൃത്തുക്കളായി. അതിനുശേഷം ഇവർ പ്രണയിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിക്കും അറിയാം രവി താമസിക്കുന്ന വീട് അപ്പുറത്താണ്, അതുപോലെ തന്നെ അവിടെ ആളുടെ ഭാര്യയുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. രവിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭാര്യയെ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ രവിക്കും ആ ഒരു പെൺകുട്ടിക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതിനുശേഷം ഇടയ്ക്കിടെ രാത്രി കാലഘട്ടങ്ങളിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് രവി പോകുന്നത് പതിവായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. രവിക്ക് തൻ്റെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് വീണയ്ക്ക് വരികയാണ്. അപ്പോൾ വീണ വളരെ ക്ലോസ് ആയിട്ട് ഹസ്ബൻഡിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ, എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ മറ്റേ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ നോക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇവർ കാണുന്നത്. അപ്പോൾ അവർക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് വീണ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിണ്ടാതെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ എന്നുള്ളത് വീണ ചിന്തിച്ചുകൊണ്ട് ഹസ്ബൻഡിനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളുണ്ട് എന്നുള്ളത് എനിക്കറിയാം, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തിക്കോ, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്, ഇനി അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുകയാണ്. എന്നാൽ രവി അതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. ആളുടെ സ്വഭാവത്തിലും ഒന്നിലും വലിയ ഒരു വ്യത്യാസവും വരുത്തിയില്ല. അങ്ങനെ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞപ്പോൾ വീണക്ക് വീണ്ടും ആകപ്പാടെ ദേഷ്യം വരികയാണ്. അതിനുശേഷം വീണയുടെ വീട്ടുകാരെയും വിളിച്ചു, അതുപോലെ തന്നെ ഈ ഒരു രവിചന്ദ്രൻ്റെ വീട്ടുകാരെയും വിളിച്ചു. കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ആ 2 വീടുകളിലുള്ള കാരണവന്മാരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. വിവാഹം കഴിഞ്ഞിട്ടും തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് രവിക്ക് അരുതാത്ത തരത്തിലുള്ളൊരു ബന്ധമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നു. ഇവർ 2 പേരെയും ഇരുത്തി സംസാരിച്ചു. അപ്പോൾ രവി അതിനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം രവിയും വീണയും ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ വീണ കൂടുതലായിട്ട് രവിയെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ആൾക്ക് വല്ല കോളുകൾ വരുന്നുണ്ടോ, വല്ല മെസ്സേജുകൾ വരുന്നുണ്ടോ, ആൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ അയാൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു വീണക്ക് മനസ്സിലാവുകയാണ്. വീണ അപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചു, എന്തുകൊണ്ട് ഇയാളിങ്ങനെ പെട്ടെന്ന് മാറിയത്, അതായത് പെട്ടെന്നുകൊണ്ട് മാറുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല രവിയുടേതെന്നുള്ളത് ഇത്ര കാലത്തിനുള്ളിൽ തന്നെ വീണക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡ് പുറത്തുനിന്ന് ബൈക്ക് എടുത്ത് പോകുമല്ലോ, അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് കഴിഞ്ഞ് പോകുന്നത് വരെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. അയാളെ ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് കാണാതായതിന് ശേഷം മാത്രമായിരുന്നു ആൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി എങ്ങാനും അവരുടെ അടുത്തോട്ട് നോക്കുന്നുണ്ടോ, അങ്ങോട്ട് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു അവർ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം രവി കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ആൾ പിന്നീട് രാത്രി പോകുന്നതും അതുപോലെ തന്നെ ഭാര്യയുടെ കണ്ണു വെട്ടിച്ച് പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ആൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്. മോർണിംഗ് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകാം, അതായത് വൈഫിൻ്റെ അടുത്ത് താൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ബൈക്ക് എടുത്ത് ഇറങ്ങും. ആ ഒരു സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്. ആ ഒരു ചായക്കടയുടെ അവിടെ ആ ബൈക്ക് വെച്ചിട്ട് ആൾ ഒരു ചായ സിഗരറ്റൊക്കെ വലിച്ച് കഴിഞ്ഞതിന് ശേഷം നടന്ന് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വരും.
അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടിയെ ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്നെ വിളിക്കരുത്, മെസ്സേജ് അയക്കരുത്, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അതുപോലെ തന്നെ രാവിലെ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇയാൾ പിന്നീട് ആ ഒരു പെൺകുട്ടിയെ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വീണയ്ക്ക് ഇങ്ങനത്തെ സംശയം വരുന്നത്, ഇയാളെങ്ങനെ ഇത്ര പെട്ടെന്ന് നന്നായി, ഇയാൾ അങ്ങനത്തെ ഒരാളല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും കൂടുതലായിട്ട് ഇയാൾ ഒബ്സേർവ് ചെയ്യാനായിട്ട് വീണ തുടങ്ങുകയാണ്. അതായത് സാധാരണ ഇയാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമായിരുന്നു. പിന്നീട് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ ജനല തുറന്നിടാനായിട്ട് തുടങ്ങി. അതായത് അയാൾ പോയതിന് ശേഷം വീണ വീടിൻ്റെ അകത്തോട്ട് കയറും, എന്നിട്ട് ആ ഒരു ജനലിലൂടെ നോക്കും. അതായത് പിന്നീട് ആൾ തിരിച്ചു വരുന്നുണ്ടോ, ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ, ഞാനറിയാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ സ്ഥിരമായിട്ട് അതിലൂടെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ ഒരു രവി ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു കാഴ്ച ഈ വീണ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വീണയ്ക്ക് മനസ്സിലായി. ഇവരെ കൈയോടുകൂടെ പിടികൂടണം എന്നുള്ളൊരു ചിന്ത വീണയുടെ ഉള്ളിലുണ്ടാവുകയാണ്. അങ്ങനെ വീണ ഒരു 10-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നീട് നേരെ ആ ഒരു വീട്ടിലോട്ട് പോയി ഡോറിൽ നോക്ക് ചെയ്തു. ഒന്നും പിണ്ടിയില്ല, ഡോറിൽ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി വന്ന് വാതിൽ തുറക്കാണ്. ആ പെൺകുട്ടിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല, നേരെ വീടിൻ്റെ അകത്തോട്ട് പോയി ബെഡ്റൂമിൽ നോക്കുമ്പോൾ രവി ബെഡിൽ കിടക്കുകയാണ്. പിന്നീട് അവരവിടെ കിടന്ന് കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുകയാണ്. അതായത് രവിയെ ചീത്ത പറഞ്ഞു, ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞു, അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടായി. അതായത് ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ചുറ്റുള്ള ആളുകളെല്ലാം തന്നെ അങ്ങോട്ട് കൂടുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന എല്ലാവരും ഇവരുടെ ഈ ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിയുകയാണ്. അങ്ങനെ ആകെപ്പാടെ പ്രശ്നമാവാണ്. ഈ ഒരു പെൺകുട്ടിയോട് അവിടെ നിന്ന് താമസം മാറാൻ വരെ അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആകെ പ്രശ്നങ്ങളായി. പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണയും രവിയും ഒരുമിച്ച് താമസിക്കുകയാണ്. പിന്നീട് ആ പെൺകുട്ടിയുമായിട്ടുള്ള ഫുള്ള് ബന്ധം കട്ട് ചെയ്തതായിട്ട് ഇയാൾ അഭിനയിക്കുകയാണ്. ഏകദേശം 4 മാസത്തോളം വീണ നല്ല രീതിയിൽ ഇയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തോട്ട് പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കോളോ മെസ്സേജോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ തൻ്റെ ഹസ്ബൻഡ് നന്നായി എന്നുള്ളൊരു ചിന്ത വീണക്കുണ്ടാവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഫോണിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തുകയാണ്. അതായത് നമ്മളിനി തമ്മിൽ വിളിക്കേണ്ട, അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, യാതൊരു കോൺടാക്റ്റും വേണ്ട, നമ്മൾ തമ്മിൽ കാണുകയും വേണ്ട, എന്താണെങ്കിലും എൻ്റെ വൈഫിനെ ഞാനൊന്ന് ഒഴിവാക്കാം, അതിനുശേഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളത് രവി ആ പെൺകുട്ടിയോട് പറയുകയാണ്. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. എന്നാൽ രവി തൻ്റെ വൈഫിനെ ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വൈഫിനെ കൊന്നു കളഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു തരത്തിലായിരുന്നു. അങ്ങനെ അയാൾ വ്യക്തമായ ഒരു പ്ലാൻ ഇടുകയാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 2, 2024. അന്നത്തെ ദിവസം രാവിലെ രവി തൻ്റെ ഭാര്യയായിട്ടുള്ള വീണയോട് പറയാണ്, ഇന്നെനിക്ക് ഓഫീസിൽ വർക്കൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പോകുന്നില്ല. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്താ നിങ്ങൾ പോവാത്തതെന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിന്ന് നിൻ്റെ കൂടെ ഇരിക്കാനാണ് തോന്നുന്നത്, എനിക്കിന്ന് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്കിന്ന് എന്താ പറയുക ഈവനിങ് പുറത്തൊക്കെ പോവാം, നമുക്ക് ഒരുമിച്ചിരിക്കാം, എന്താണെന്നറിയില്ല, എനിക്ക് പോകാൻ തോന്നുന്നില്ല, നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വീണക്ക് ആകെപ്പാടെ സന്തോഷം വരികയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ വായിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സംസാരം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ നല്ല ഹാപ്പിയായി. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഈവനിങ് 4 മണിയൊക്കെ ആയപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തോട്ട് പോവുകയാണ്. കൽക്കോട്ട് ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് അവർ പോയത്. അങ്ങനെ ബൈക്കിന് ആ ഒരു ഏരിയയിലോട്ട് പോയി. അതിനുശേഷം അവരിങ്ങനെ കാടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ വീണ ഇയാളോട് ചോദിച്ചു, എന്താണ് നമ്മൾ ഈ ഒരു കാട്ടിൽ വന്നിരിക്കുന്നത്, എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ വീണയോട് ഇയാൾ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, നീയുമായിട്ട് കാട്ടിൽ വെച്ച് സെക്സ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ തൻ്റെ സ്വന്തം ഹസ്ബൻഡാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ആവശ്യപ്പെടുന്നത്. വീണ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ ആരും ഇല്ലാത്തൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് കാട്ടിൽ. അങ്ങനെ ഒരു കാടിൻ്റെ അകത്തോട്ട് കയറി കറക്റ്റായിട്ടൊരു സ്പേസ് അവർ കണ്ടെത്തുകയാണ്. ആ ഒരു സ്പേസിലെത്തി വീണ അവിടെ കിടന്നു. വീണയോട് കണ്ണടക്കാനായിട്ട് പറഞ്ഞു ഇയാൾ. അതിനുശേഷം ഇയാൾ കണ്ണു പൊത്തി. പിന്നീട് ഇയാളുടെ പോക്കറ്റിൽ കരുതിയിരുന്ന കത്തി എടുത്തുകൊണ്ട് വീണയുടെ കഴുത്തിന് ഒരൊറ്റ വെട്ടുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാൻ പോലും വീണക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താൻ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു റൊമാൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അയാൾ ആ ഒരു കൃത്യം ചെയ്തത്. ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റ് ഉണ്ടായത്. അതുകൊണ്ടൊന്ന് പ്രതികരിക്കാൻ പോലും വീണക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ആൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ബൈക്കിൻ്റെ അടുത്തോട്ട് പോയി ആൾ ഓൾറെഡി ഒരു ക്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ക്യാനിൻ്റെ ഉള്ളിലോട്ട് ബൈക്കിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോൾ ഊറ്റുകയാണ്. പിന്നീട് ആ പെട്രോൾ ആ ബോഡിയിൽ ഒഴിച്ചു, ബോഡി കത്തിച്ചു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ വീട്ടിലോട്ടെത്തി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ
വീണയുടെ അച്ഛൻ്റെ കോള് വരികയാണ്. അച്ഛൻ്റെ കോൾ വന്നു. അച്ഛൻ ചോദിച്ചു, ഞാൻ വീണയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മോളുടെ ഫോൺ എന്താ പറയുക റീച്ച് ആവുന്നില്ല, എവിടെ ഫോണൊന്ന് കൊടുക്കുക, അവൾ എന്ത് ചെയ്യാന്നുള്ളത് ചോദിച്ചു. അപ്പം ഇയാൾ എന്താ പറയുക ഇത്തിരി പതറിയിട്ട് അഭിനയിച്ചിട്ട് വീണയുടെ അച്ഛൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല, ഇന്നലെ വൈകുന്നേര സമയത്ത് പുറത്ത് പോകണം, കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് വീണ ഇറങ്ങിയാണ്. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്നാൽ 2 മണിക്കൂറും 3 മണിക്കൂറും 4 മണിക്കൂറും കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഈ ഏരിയ മുഴുവൻ വീണയെ അന്വേഷിച്ച് നടന്നു, എന്നാലും എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയുമെന്ന് അറിയില്ലായിരുന്നു, അതാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഇയാൾ പറയുകയാണ്. ഈ വിവരം കേട്ട് പേടിച്ചു പോയ വീണയുടെ പാരൻസ് ഉടനെ തന്നെ അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ വീണയെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത്. മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത സമയത്ത് വീണയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ രവിയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചു. അപ്പോൾ രവി പറഞ്ഞു, ഇല്ല, വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അപ്പം തന്നെ വീട്ടിൽ പോയിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടതിന് പകരം ഇയാൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീണയുടെ ഫോട്ടോ പോലീസിനോട് കൊടുത്തത്. ഇത് കണ്ട പോലീസുകാരാകപ്പാടെ ചൂടായി. തൻ്റെ ഭാര്യ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ താൻ ഫോട്ടോ കൊണ്ട് തരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ ഭാര്യ മരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ അവൾ അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്, സോറി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീണയെ കാണാതായി 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ പോലീസിനൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ആ കാട് ഭാഗത്ത് ഏതോ ഒരു സ്ത്രീയുടെ മൃതദേഹം പകുതി കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു ഇൻഫർമേഷൻ. പോലീസുകാർ നേരെ അങ്ങോട്ടെത്തി അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപ ടൈമിൽ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലയിൻസും മറ്റൊക്കെ രജിസ്റ്റർ ആയിട്ടുണ്ടോ, ആ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റുമായിട്ട് ഈ ഒരു ബോഡി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ അവർ ആ സമയത്തുണ്ടായിരുന്ന മിസ്സിംഗ് കംപ്ലയിൻസ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഫോട്ടോസും മറ്റും നോക്കിയപ്പോൾ വീണയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോയും ആ ഒരു ബോഡിയും കമ്പയർ ചെയ്തപ്പോഴാണ് പോലീസുകാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അതായത് ആ ബോഡിയിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, അതായത് കഴുത്തിൽ ചെയിൻ, അതുപോലെ തന്നെ കമ്മൽ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആഭരണങ്ങളും ആ ബോഡിയിലുണ്ടായിരുന്ന ആഭരണങ്ങളും സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് വീണയുടെ മൃതദേഹമാണെന്നുള്ളത് പോലീസുകാർ ഉറപ്പിക്കുകയാണ്. ഇനി ഇത് വീണ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണയുടെ അച്ഛൻ്റെ DNA മാച്ച് ചെയ്ത് നോക്കുകയാണ്. അതാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാച്ച് ആവുകയും ചെയ്തു. പിന്നീട് ഈ ഒരു കൊലപാതക കേസിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണയുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ചോദ്യം ചെയ്തു. എന്നാൽ അവർക്ക് ഒന്നും തന്നെ ആരാണിത് ചെയ്തതെന്നോ, എന്താണിത് ചെയ്തതെന്നോ, എന്തിനാണിത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ആരെയും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അതേപോലെ തന്നെ അയാൾ ആ ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കാനായിട്ട് ഒരാഴ്ച ലേറ്റ് ആയത് പോലീസുകാർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇയാളെങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡ്രാമ കളിക്കുകയാണോ എന്നുള്ളത് പോലീസിനൊരു സംശയം ഉണ്ടായി. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം ഇയാൾ ബ്രേക്ക് ഡൗൺ ആയി നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. അതായത് ഇയാളുടെ ലവറായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയും സൂയിസൈഡ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകളും മറ്റും വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാൾ അകത്താണ് ഈ കേസിൻ്റെ അന്വേഷണവും മറ്റുമൊക്കെ, അതായത് ഈ 2 കേസിൻ്റെയും അന്വേഷണവും മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനത്തെ ഒരു വിധി വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.